ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ബുക്കൊക്കെ എടുത്തപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഇന്നൊരു ജേർണൽ ചെയ്യാണ്. ഞാൻ ഇന്നലെ ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് അധികം ഓട്സ് വന്നിട്ടുള്ളത് ഗ്രീൻ ജേർണൽ എന്നാണ്. ഇനിയിപ്പോൾ നാളെ സ്കൂളൊക്കെ തുറക്കാൻ പോകല്ലേ, അപ്പോൾ ഞാൻ ഇന്ന് വൈകുന്നേരം ഒരു വീഡിയോ കൂടി ഇടും. അപ്പോൾ അതിന് ഞാൻ പോളിടും. അതിനും എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവരും വോട്ടിടുക. നമുക്കെന്തായാലും വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗ്രീൻ ജേർണൽ ചെയ്യാൻ ആദ്യം തന്നെ നമ്മളിവിടെ നമ്മുടെ ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തന്നെ ഇങ്ങനെ മുറിക്കാം. ഞാൻ ഇങ്ങനെ ഇട്ട് വെക്കാൻ ഉദ്ദേശിക്കണേ. ഇങ്ങനെ വെക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയും വെക്കാം കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ ഇട്ട് വെക്കണേ. സോ ലെറ്റ്സ് ഗ്ലൂ ഇറ്റ്. നമുക്ക് പിന്നെ ഗ്ലൂ ചെയ്യാം. പിന്നെ എൻ്റെ അടുത്ത് ഗ്രീൻ കളർ സപ്ലൈസ് അത്ര ഒന്നുമില്ല. വാഷി ടൈപ്പൊന്നും ഗ്രീൻ കളറില്ല കേട്ടോ. വാഷി ടൈപ്പ് ഉണ്ട് കേട്ടോ, സോറി. ചില സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല, ചില സംഭവങ്ങളൊക്കെ ഗ്രീൻ കളറിൽ കേട്ടോ. അങ്ങനെ ഗ്രീൻ കളർ പെന്നൊക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ നമുക്കിനി ഇതിനെങ്ങനെ ആക്കി കൊടുക്കുക. ദെൻ നമുക്ക് ഇങ്ങനെ ഇരുന്നില്ല, അല്ല അയ്യോ ഗൈസ്, നമ്മൾ ഇവിടെ തേക്കുന്നത് ഇവിടെ തേച്ചു, സാരമില്ല കേട്ടോ. നമുക്കിനി ഇവിടെ തന്നെ ഒട്ടിക്കാം അല്ലേ, കാരണം അങ്ങനെ തേക്കുമ്പോൾ ഇവിടെയാണ് കുറച്ചുകൂടി നല്ലത് ഒട്ടിക്കാൻ. നമുക്ക് ഇവിടെ തന്നെ ഒട്ടിക്കാം. ഇനി നമുക്ക് ഈ ഒരു സൈഡിലും ഇതേപോലെ ഈ ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ട് ഒട്ടിക്കാം കേട്ടോ. സോ ഇതൊട്ടിക്കാം. അങ്ങനെ നമ്മൾ ബേസ് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിക്കേഴ്സ് ഒട്ടിക്കാം. സോ എൻ്റെ അടുത്ത് ഗൈസ്, പിന്നെ നിങ്ങൾക്ക് മദ്രസയിൽ എക്സാം ഉണ്ട്. അപ്പോൾ മദ്രസയിൽ എക്സാം ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം വീഡിയോ ഇടില്ല. കാരണം ഇനി സ്കൂളത്തെ മദ്രസയിലാണ്ട് സ്കൂൾ തുറക്കുമ്പോഴായിരിക്കും മദ്രസ ഉണ്ടാവുക. അതുകൊണ്ട് സ്കൂൾക്കാർക്ക് കുറച്ച് ലേറ്റായിട്ടായിരിക്കും കേട്ടോ. അതുകൊണ്ട് ഇനി മദ്രസ ഉള്ളതുകൊണ്ട് അധികം വീഡിയോസൊന്നും ഇടാൻ പറ്റില്ല. എന്തായാലും ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഇടാൻ മാക്സിമം ശ്രമിക്കാം കേട്ടോ. ഇനി നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. സ്റ്റിക്കർ ഒട്ടിക്കാം. സോ എൻ്റെ അടുത്തിപ്പോൾ ഞാൻ ഈ ഒരു ഗ്രീൻ കളർ സ്റ്റിക്കറില്ലേ, ഇത് ഒട്ടിക്കണം എന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ അടുത്ത് സ്റ്റാർ സ്റ്റിക്കർ ഉണ്ട്, സ്റ്റാറിൻ്റെ കണ്ടോ, ഗ്രീൻ കളറിൽ. അതും എനിക്ക് ഒട്ടിക്കണം എന്നുണ്ട് ഗൈസ്. വേറെ ഗ്രീൻ കളർ ഇല്ല കേട്ടോ. നമുക്ക് തൽക്കാലത്തിന് ഇത്ര ഗ്രീൻ കളർ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. സോ ഞാൻ ആദ്യം ഈ ഒരു സ്റ്റിക്കർ ആയിട്ട് എടുക്കണേ. അപ്പം നമുക്ക് ഈ സ്റ്റിക്കർ ഇവിടെ ഇങ്ങനെ ഒട്ടിക്കാനാട്ടോ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഗൈസ് നമുക്കിതിങ്ങനെ എടുക്കാം കേട്ടോ. നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഇങ്ങനെ ഒട്ടിക്കാം. നല്ല ഭംഗിയിട്ടില്ലേ? ഇവിടെ ഇട്ടാണ് ഒട്ടിച്ചിരിക്കണത്. ഇനി നമുക്ക് സ്റ്റാറിൻ്റെ സ്റ്റിക്കർ ഒട്ടിക്കാം. അപ്പോൾ സ്റ്റാറിന് നമുക്ക് അങ്ങനെ എടുക്കാം കേട്ടോ. ഞാൻ ഗ്രീൻ കളർ സ്റ്റാറാട്ടോ നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് കുറച്ച് സ്റ്റാർസൊക്കെ ഒട്ടിക്കാം. ഇനി ഇവിടെ ഒരു സ്റ്റാർ. ഇനി നമുക്ക് വേറെ സ്റ്റാറും കൂടി ഒട്ടിക്കാം കേട്ടോ. ഞാൻ ഇനിയൊരു 2 സ്റ്റാറും കൂടി ഒട്ടിക്കണുണ്ട്. ഗ്രീനായിട്ട് ഒട്ടിക്കണം. നമ്മൾ ഗ്രീൻ തീമല്ല ചെയ്യണം. അപ്പം നമുക്ക് ഗ്രീൻ അല്ലാത്ത പച്ച ഒട്ടിക്കല, ഗ്രീൻ അല്ലാത്ത റെഡ് ഒട്ടിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ പിങ്ക് ഒട്ടിക്കാൻ പറ്റുമോ, നീല ഒട്ടിക്കാൻ പറ്റുമോ, മഞ്ഞ ഒട്ടിക്കാൻ പറ്റുമോ? ഇല്ല, പറ്റൂല. ഗ്രീന് പറയുമ്പോൾ ഗ്രീൻ തന്നെ ഒട്ടിക്കണം. ചില ഇങ്ങനെ കുഞ്ഞി ഇതൊക്കെ ഉണ്ടാവും കേട്ടോ, കുഞ്ഞി പിങ്കും ഇതൊക്കെ ഉണ്ടാവും. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ് ഗൈസ്. ഇനി നമുക്ക് വാഷി ടേപ്പ് എടുക്കാം. സോ എൻ്റെ അടുത്ത് വാഷി ടേപ്പിൻ്റെ കളക്ഷനൊന്നുമില്ല.
എന്താ ഞാൻ ഉണ്ടാക്കിയ കുറച്ച് വാഷി ടൈപ്സ് ഉണ്ട് കേട്ടോ. ഇതാ ഞാൻ ഉണ്ടാക്കിയ വാഷി ടൈപ്സാണ്. സോ ഞാൻ ഈ ഒരു ഗ്രീൻ കളർ വാഷി ടൈപ്പായിട്ട് എടുക്കുന്നത്. ഈ ഒരു ഗ്രീൻ കളർ വാഷി ടൈപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മളെടുത്ത്. അപ്പോൾ എനിക്ക് ഗ്രീൻ കളർ വാഷി ടൈപ്പിനെ ഒട്ടിക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ബ്ലാക്ക് ജേർണലിങ്ങൊക്കെ ചിലപ്പോൾ ചെയ്യും. അപ്പോൾ ഗ്രീൻ കളറൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ വാഷി ടൈപ്പൊന്നും ഉണ്ടാവില്ല. എന്താ ബാക്കിയുള്ളതുണ്ടാവും. കാരണം നമുക്ക് ബ്ലാക്ക് പെന്നൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വാഷി ടൈപ്പ് പോലെ ഡിസൈനൊക്കെ വരച്ചു കൊടുക്കാം ഗൈസ്. അല്ലാതെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം എന്നാണല്ലോ ഗൈസ്. ഞാൻ വാഷി ടൈപ്പ് ഒട്ടിക്കണതിൻ്റെ മുന്നേ ഇങ്ങനത്തെ ഒരു പേപ്പറിൽ എന്താ ഗ്രീൻ കളർ ഹൈലൈറ്റർ കൊണ്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കുറച്ചിങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ ഒട്ടിക്കാൻ പോവുക കേട്ടോ. അങ്ങനെ രസം ഉണ്ടാവുമോ എന്ന് ആദ്യം നോക്കട്ടെ. രസമില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ഗ്രീൻ കളർ ഹൈലൈറ്റർ മാത്രം അങ്ങനെ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഗൈസ് എനിക്ക് തോന്നുന്നു രസമില്ല എന്നാണ്. അപ്പം നമുക്കിങ്ങനെ ഗ്രീൻ കളർ ഹൈലൈറ്റർ കൊണ്ട് ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഇങ്ങനെ 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 ചെയ്തിട്ട് ഒരു കുറച്ച് വരികൾ മാത്രം മതി കേട്ടോ. ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് എന്താ റൈറ്റിങ്സ് വല്ലതും കൊടുക്കാം. അപ്പം നമുക്ക് ഗ്രീൻ ജേർണലിനൊക്കെ എഴുതാട്ടോ ആദ്യം. സോ എൻ്റെ അടുത്ത് ഗ്രീൻ കളറുണ്ട്. അപ്പോൾ ആ ഒരു കളറോട്ട് നമുക്കാദ്യം ഗ്രീനെന്ന് മാത്രമേ എഴുതണുള്ളൂ തൽക്കാലത്തിന്. ഇവിടെ നമുക്ക് കുറച്ച് ഗ്രീൻ കളർ ഹേർട്ടും വരച്ചു കൊടുക്കാം കേട്ടോ, കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. എന്നിട്ട് നമുക്കിവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഗൈസ് ഞാൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്താ ഒരു ഈ നമ്മളെ ഗ്രീൻ കളർ ഹൈലൈറ്ററില്ലേ, അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒരു കുഞ്ഞ് 2 ലവുകൾ വരച്ചു കൊടുക്കാം. സോ ഇത്രയുള്ള നമ്മളെ വീഡിയോ. അല്ല ഞാൻ നേരെ ജേർണൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ജേർണൽ ഇവിടെ വെച്ച് അവസാനിച്ചിട്ടുണ്ട്. സിമ്പിൾ ജേർണലാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ഒരു സംഭവത്തിനും മറന്നു കേട്ടോ. നമ്മൾ ഇന്നത്തെ ഡേറ്റ് ചെയ്തിട്ടില്ല. സോ ഇന്ന് 7 കേട്ടോ. അപ്പം ഇന്ന് സെപ്റ്റംബർ 7. ഞാൻ ഡേറ്റ് ഇവിടെ ആയിട്ട് ഇതിന് നമുക്കിങ്ങനെ കുറച്ച് അലങ്കാരപ്പണികളൊക്കെ ചെയ്ത് കൊടുക്കാമല്ലേ. അപ്പോൾ അത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.